ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. നമുക്ക് നമ്മുടെ ഗ്രാമറിൻ്റെ ക്ലാസ് തുടങ്ങാം. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചില്ലേ? ലാസ്റ്റ് ക്ലാസ് നമ്മളെന്താ പഠിച്ചത്? ചില നൗണുകളുടെ ഫ്ലൂറൽ ഫോം കിട്ടാൻ വേണ്ടി ആ നൗണിന് ശേഷം എസ് ആഡ് ചെയ്താൽ മതിയെന്ന്. എക്സാമ്പിൾ കൗ, കൗസ്, ചെയർ, ചെയേഴ്സ്, ഹാൻഡ്, ഹാൻഡ്സ്, എക്സെട്ര. പിന്നെ നമ്മൾ പഠിച്ചു ചില വാക്കുകൾ, ചില നൗണുകൾ എൻഡിങ് വിത്ത് എസ്, എസ് എസ്, എസ് എച്ച്, സി എച്ച്, എക്സ് ഓർ ഇസഡ്. നമ്മൾ അതിൻ്റെ ഫ്ലൂറൽ ഫോം കിട്ടാൻ വേണ്ടി ആ നൗണിൻ്റെ കൂട്ടത്തിൽ ഇ എസ് ആഡ് ചെയ്യാൻ. എക്സാമ്പിൾ എന്താണ്? ഡിഷ്, ഡിഷസ്, ബോക്സ്, ബോക്സസ്, ഡിച്ച്, ഡിച്ചസ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചല്ലേ? ഓക്കെ. പിന്നെ നമ്മൾ പഠിച്ചു ചില നൗണുകൾ എൻഡിങ് ഇൻ എഫ് ഓർ എഫ് ഇ. എഫ് ഓർ എഫ് ഇയിൽ അവസാനിക്കുന്ന ചില നൗണുകളുടെ ഫ്ലൂറൽ ഫോം കിട്ടാൻ വേണ്ടി എഫ് ഓർ എഫ് ഇ റിമൂവ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഫ്ലൂറൽ ഫോം കിട്ടാൻ വേണ്ടി വി ഇ എസ് ആഡ് ചെയ്യുക. എക്സാമ്പിൾ നമ്മൾ പഠിച്ചു നൈഫ്, കെ എൻ ഐ എഫ് ഇ, നൈഫ്. എഫ് ഇ ആഡ് ചെയ്തിട്ട് കെ എൻ ഐ വി ഇ എസ്, നൈഫ്, കത്തി, നൈഫ്സ്, കത്തികൾ. പിന്നെ ലീഫ്, എൽ ഇ എ എഫ്, ലീഫ്. എഫ് റിമൂവ് ചെയ്യുക. അതിൻ്റെ എന്നിട്ട് നമ്മൾ ലീവ്സ്, ഇലകൾ, എൽ ഇ എ വി എസ്. അങ്ങനെ നമ്മൾ പഠിച്ചു. ഓക്കെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് നോക്കാം. പേജ് നമ്പർ 31. ഓക്കെ, ഐ റീഡ് ആൻഡ് ഗിവ് യു. ദെയർ ആർ സം എക്സെപ്ഷൻസ് ടു ദിസ്. ഫോർ എക്സാമ്പിൾ, ടേക്ക് ദ ഫ്ലൂറൽ ഓഫ് റൂഫ്. ഓൾദോ റൂഫ് എൻഡ്സ് വിത്ത് എഫ്, the plural is obtained by adding s to it. Thus, the plural of roof is roofs. Similarly, the plural of roof is roofs. ഓക്കെ മക്കളെ, ചില വാക്കുകൾ എഫിൽ അവസാനിക്കുന്ന ചില വാക്കുകളുടെ ഫ്ലൂറൽ ഫോം കിട്ടാൻ വേണ്ടി ആ വാക്കിൻ്റെ കൂടെ നമ്മൾ എസ് ആഡ് ചെയ്താൽ മതി. പ്രൂഫ്, പ്രൂഫ്സ്, റൂഫ്, റൂഫ്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു എഫിൽ അവസാനിക്കുന്ന വാക്കുകളുടെ ഫ്ലൂറൽ ഫോം കിട്ടാൻ വേണ്ടി എഫ് റിമൂവ് ചെയ്യുക, അതിനുശേഷം വി എസ് ആഡ് ചെയ്യുക. ഇപ്പം നമ്മൾ പഠിച്ചു ചില വാക്കുകൾ, ചില എക്സെപ്ഷൻസ് ആർ ദെയർ ഫോർ പ്രൂഫ്, പ്രൂഫ്സ്, റൂഫ്, റൂഫ്സ്. ഈ വാക്കുകൾ ഫ്ലൂറൽ ഫോം കിട്ടാൻ വേണ്ടി ഈ വാക്കിനോട് എസ് ആഡ് ചെയ്താൽ മതി. ഓക്കെ. അപ്പം നെക്സ്റ്റ് പേജ്, ഓൾ ഓഫ് യു ടേക്ക് നൗ നെക്സ്റ്റ് പേജ്. എടുത്തല്ലോ എല്ലാവരും? പേജ് നമ്പർ 32. ടേക്ക് നൗ. ദെയർ ആർ സം നൗൺസ് എൻഡിങ് ഇൻ എഫ് വിച്ച് ഹാവ് 2 ഫ്ലൂറൽ ഫോംസ്. കണ്ടോ, ഇവിടെ പറയുന്നു ചില നൗൺസ് എൻഡിങ് ഇൻ എഫിൽ അവസാനിക്കുന്ന ചില വാക്കുകൾക്ക് അതിന് 2 തരത്തിൽ ഫ്ലൂറൽ ഫോമിൽ എടുത്താൽ മതി. 2 ഫ്ലൂറൽ ഫോം ഉണ്ടെന്ന്. 2 ഫ്ലൂറൽ ഫോംസ്. ദെയർ ആർ സം നൗൺസ് എൻഡിങ് ഇൻ എഫ് വിച്ച് ഹാവ് 2 ഫ്ലൂറൽ ഫോംസ്. നോക്കിയേ. ഡ്വാർഫ്, ഡാർഫ് കുള്ളൻ, പൊക്കം കുറഞ്ഞ അർത്ഥം. അപ്പോൾ അതിൻ്റെ ഫ്ലൂറൽ ഫോം നോക്കിയേ. ഡോട്ട്സ്, DWARVES ഉണ്ട്. അതിൻ്റെ അടുത്ത് പിന്നെ ഡ്വാർഫ്സ്, DWARFS. മറ്റേ ഡോർഫ്സ് എന്നുണ്ട്, മറ്റേ ഡാർഫ്സ്. ഓക്കെ, 2 എണ്ണം ഉണ്ടല്ലേ. കുള്ളൻ എന്നാണ് കുള്ളന്മാരെന്നുള്ള അർത്ഥത്തിൽ. കണ്ടോ, VS ചേർത്തും FS ചേർത്തുമുണ്ട്. ഓക്കെ. ഇനി ഹാൻഡ് കർച്ചീഫ് നോക്കിയേ. HANDKERCHIEF, ഹാൻഡ് കർച്ചീഫ്. നോക്കിയേ, ഹാൻഡ് കർച്ചീവ്സ് എന്നുണ്ട്, ഹാൻഡ് കർച്ചീഫ്സ് എന്നുണ്ട്. മക്കൾ കണ്ടോ? ഹാൻഡ് കർച്ചീഫ് അറിയാമല്ലോ നിങ്ങൾക്ക്. തുവാല, നമ്മുടെ കയ്യിൽ പിടിക്കും തുവാല, തുവാലകൾ അർത്ഥമൊക്കെ അല്ലേ. സ്കാർഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ചെറിയ നമ്മൾ യാത്ര ചെയ്യുമ്പം തലയിലൊക്കെ കെട്ടാൻ ചെറിയ പീസ് തുണി കഷ്ണം, അല്ലെങ്കിൽ മൂടുപടം എന്ന് പറയും, കവണി എന്ന് പറയും, രണ്ടാമുണ്ടെന്ന് പറയാനൊക്കെ എന്താ പറയുക? സ്കാർഫ് എന്ന് പറയുക. അതിൻ്റെ ഫ്ലൂറൽ ഫോം എന്താണെന്ന് നോക്കിയേ. സ്കാർഫ്സ് എന്നുണ്ട്. SCARVEF മാറ്റിയിട്ട് SCARVES ഉണ്ട്, SCARFS ഉണ്ട്. ഹൂഫ്, ഹൂഫ്സ്, ഹൂഫ്സ്. കണ്ടോ, ഈ വാക്കുകൾക്കൊക്കെ ഇങ്ങനെയാണ് 2 ഫ്ലൂറൽ ഫോം ഉണ്ട്. മനസ്സിലായോ? ഇനി ഇൻ ദ കേസ് ഓഫ് നൗൺസ് എൻഡിങ് ഇൻ വൈ, വേർ ദ വൈ ഈസ് ഇമ്മീഡിയറ്റ്ലി preceded by a vowel AEIOU, we get the plural by simply adding s to it. മക്കൾ നോക്കിയേ, AEIOU. നോക്കിയേ. ഇൻ ദ കേസ് ഓഫ് നൗൺസ് എൻഡിങ് ഇൻ വൈ, വേർ ദ വൈ ഈസ് ഇമ്മീഡിയറ്റ്ലി preceded by a vowel AEIOU,
വി ഗെറ്റ് ദ ഫ്ലൂറൽ ബൈ സിംപ്ലി ആഡിങ് എസ് ടു ഇറ്റ്. നമുക്കൊന്ന് വായിച്ചാൽ RAY റേ, റേസ്. AEIOയിലുള്ള വാക്കുകൾ കണ്ടോ? വൈയുടെ പുറത്തോട്ട് പുറത്ത് നോക്കിയേ, അതിൻ്റെ ബിഫോർ ലെറ്റർ, വൈയുടെ ബിഫോർ ലെറ്റർ AEIOയിൽ അവസാനിക്കുന്നെങ്കിൽ പ്രിസീഡഡ് എന്ന് പറഞ്ഞാൽ ബിഫോർ ലെറ്റർ എന്നാണ്. അതിൻ്റെ മുന്നിൽ വൈയുടെ മുന്നിൽ ഏതാ വന്നിരിക്കുന്നത്? RAY കണ്ടോ? വൈയുടെ മുന്നിൽ വന്നിരിക്കുന്നു. അതുകൊണ്ട് എന്താണ്? റേസ്. BOY ബോയ്സ്. വേ, AEIO വവൽ നോക്കിയേ. ഓക്കെ, അപ്പോൾ AEIOയിൽ വൈയുടെ മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ വവ്വൽ ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ നൗണിൻ്റെ ഫ്ലോറൽ ഫോം കിട്ടാൻ വേണ്ടി എസ് ചേർത്താൽ മതി. KEY കീസ്, ഗൈ ഗൈസ്, ടോയ്സ്. കണ്ടോ മക്കൾ? അതിൻ്റെ പ്രത്യേകത കണ്ടോ? നോക്കിയേ, ഇൻ ദ കേസ് ഓഫ് നൗൺസ് എൻഡിങ് ഇൻ വൈ വേർ ദ വൈ ഈസ് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡഡ് ബൈ എ കൺസണൻറ്റ് വി ഗെറ്റ് ദ ഫ്ലൂറൽ ബൈ റിമൂവിങ് ദ വൈ ആൻഡ് ആഡിങ് IS. മക്കളെ നോക്കിയേ, ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് വൈയുടെ മുന്നിൽ കൺസണൻ്റാണ് വന്നിരിക്കുന്നത്, എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. വൈയുടെ മുന്നിൽ വവ്വലാണ് വന്നിരിക്കുന്നത്, നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. കണ്ടോ? വൈയുടെ മുന്നിൽ വവ്വലാണ് വന്നിരിക്കുന്നത്, നമ്മൾ എസ് ചേർത്താൽ മതി. വൈയുടെ മുന്നിൽ കൺസണൻ്റ് ലെറ്റർ വന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നോക്കാം നമുക്ക്. CHERRY ചെറീസ്. വൈ റിമൂവ് ചെയ്തിട്ട് നമ്മൾ IS ആഡ് ചെയ്യണം. RR ഏതാണ് ലെറ്റർ? കൺസണൻറ്റ്. BABY ബേബി, B കൺസണൻറ്റ് ലെറ്റർ, ബേബീസ്. ലേഡി, D കൺസണൻറ്റ്, ലേഡീസ്. സ്റ്റോറി, R കൺസണൻറ്റ്, സ്റ്റോറീസ്. ഫ്ലൈസ്, ലോറീസ്. കൊച്ചുങ്ങൾ മനസ്സിലായോ? വൈയുടെ മുന്നിൽ വവൽസാണ് വന്നിരിക്കുന്നെങ്കിലോ നമ്മൾ അതിൻ്റെ കൂടെ നൗണിൻ്റെ ഫ്ലോറൽ ഫോം കിട്ടാൻ വേണ്ടി എസ് ആഡ് ചെയ്താൽ മതി. ഈ വൈയുടെ മുന്നിൽ ഏത് വന്നാലാ? കൺസണൻറ്റ് ലെറ്റേഴ്സാണ് വരുന്നെങ്കിലോ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഫ്ലോറൽ ഫോം കിട്ടാൻ വേണ്ടി വൈ റിമൂവ് ചെയ്യുക, അതിനുശേഷം IES ആഡ് ചെയ്യുക. ഓക്കെ, കൊച്ചുങ്ങൾ റൂൾസ് ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചാൽ മതി, നിങ്ങൾക്ക് കിട്ടും. ഓക്കെ മക്കളെ? ചെറീസ്, ബേബി, ബേബീസ്, ലേഡി, ലേഡീസ്, സ്റ്റോറീസ്, ഫ്ലൈസ്, ലോറീസ്. ഞാൻ ഇത്രയും മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ മക്കളെ. ഓക്കെ, ലെറ്റ് മീ സ്റ്റോപ്പ് ഹിയർ. ഇതിൻ്റെ റൂൾസൊക്കെ കൊച്ചുങ്ങൾ നോക്കണം നന്നായിട്ട്, എന്നിട്ട് വേണം പഠിക്കാൻ. മക്കളെ വൈയുടെ ഞാൻ പറഞ്ഞ കേട്ടോ മക്കളെ, വൈയുടെ മുന്നിൽ വവൽസാണ് വരുന്നെങ്കിൽ നമ്മൾ അതിൻ്റെ ഫ്ലൂറൽ ഫോം കിട്ടാൻ വേണ്ടി ആ നൗണിൻ്റെ കൂടെ എസ് ആഡ് ചെയ്താൽ മതി. ഇനി വൈയുടെ മുന്നിൽ കൺസണൻറ്റ് ലെറ്റേഴ്സാണ് വരുന്നെങ്കിലോ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഫ്ലൂറൽ ഫോം കിട്ടാൻ വേണ്ടി വൈ റിമൂവ് ചെയ്യുക, അതിനുശേഷം വൈ റിമൂവ് ചെയ്തിട്ട് IS ആഡ് ചെയ്യുക. അത്രേ ഉള്ളൂ. ഓക്കെ. Thank you children. Have a good day.